സഹകരണ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ ഉടൻ പ്രാബല്യത്തിലാക്കണം. പി കെ പ്രവീൺ MLA കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെൻട്രൽ റൂറൽ ബാങ്ക് യൂണിറ്റ് സംഘടിപ്പിച്ച യാത്രയയപ്പും അനുമോദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ജീവനക്കാരുടെ സ്ഥാനക്കയറ്റവും ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങളും അനിശ്ചിതത്വത്തിലാണെന്ന് പി കെ പ്രവീൺ MLA പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ റൂറൽ ബാങ്ക് യൂണിറ്റ് സംഘടിപ്പിച്ച യാത്രയയപ്പും അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് KCC മുന്നോട്ട് വന്നത്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്ററിന്റെ ജീവനക്കാർ എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളിലെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ആ ബാങ്കിന്റെ ഉന്നതിയിലെത്തിക്കാനുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. ഈ കാലഘട്ടത്തിൽ ഒരു സഹകരണ മേഖല നടത്തിക്കൊണ്ടുപോകുക എന്നത് വലിയ പ്രയാസം പിടിച്ച സംഭവവികാസമായി മാറിക്കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് കരുവന്നൂർ മുതൽ വടകര വരെയുള്ള സംഭവവികാസങ്ങൾ ഇന്ന് പലരുടെയും മനസ്സിൽ അലട്ടുന്നുണ്ടെങ്കിലും ആ മേഖലയിൽ കൃത്യമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോയി ഏറ്റെടുത്താൽ മാത്രമേ സഹകരണ പ്രസ്ഥാനത്തിലെ ജനങ്ങളുടെ വിശ്വാസം അർപ്പിക്കാൻ പറ്റൂ. ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വടകര റൂറൽ ബാങ്കിനെ പോലുള്ള ബാങ്കുകൾക്ക് സാധിക്കുന്നുണ്ട്. ആ ബാങ്കിന്റെ ജീവനക്കാരുടെയും ഡയറക്ടർമാരുടെയും ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ആ ബാങ്കിന്റെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള റൂറൽ ബാങ്കിനെ പോലെയുള്ള ആളുകൾ അവരുടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ബാങ്കുകളാണ് സർവീസ് ബാങ്കുകളും റൂറൽ ബാങ്കിൽ പോലുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കാഴ്ചവെക്കുന്നത്. ഇഷ്ടംപോലെ ഇപ്പോൾ നാഷണലൈസ് ബാങ്കിലും സ്വകാര്യ ബാങ്കുകളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൂടാതെ മൾട്ടിനാഷണൽ ബാങ്ക് എന്ന ഒരു ബാങ്ക് എത്രയോ പലിശ കൂടുതൽ കൊടുത്തുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള പ്രവർത്തനം മുമ്പോട്ട് വരുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ബാങ്കിന് നിലനിർത്താൻ അവർക്ക് സാധിക്കാതെ പല സ്ഥലത്തും ബാങ്കുകളിൽ വലിയൊരു കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസ്യത അവർക്ക് നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ്യതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഏറ്റെടുത്തു പോകുമ്പോൾ ജീവനക്കാരുടെ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് എന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷമായി മാറിയിരിക്കുകയാണ്. 24 വർഷവും 21 വർഷവും റിട്ടയർ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും മുനിസിപ്പാലിറ്റി ആയാലും അവിടെയെല്ലാം ഓരോരോ വാർഡിന്റെയും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമ്പോഴും ഗ്രാമസഭ വിളിക്കുമ്പോഴും കാഞ്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്കിൽ നിന്ന് വിരമിച്ച K ശിവകുമാരനും പറമ്പത്ത് രവീന്ദ്രനും ബാങ്ക് വൈസ് പ്രസിഡന്റ് AT ശ്രീധരൻ ഉപഹാര സമർപ്പണം നടത്തി. C കുമാരൻ, AP അമർനാഥ്, AP സതി, TV ജിതേഷ്, KP ദീപ, പ്രസീദ് കുമാർ, VP പവിത്രൻ, CP രാജൻ, മലയിൽ ബാലകൃഷ്ണൻ, KTK അജിത്ത് എന്നിവർ സംസാരിച്ചു. SSLC +2 ഉന്നത വിജയികളായ ജീവനക്കാരുടെ മക്കളെയും പരിപാടിയിൽ അനുമോദിച്ചു. VP ബിജു സ്വാഗതവും MM രമേശൻ നന്ദിയും പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ശിവകുമാറിന്റെയും രവീന്ദ്രന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ ബാങ്കിന്റെ വളർച്ചയിൽ കൃഷാസ്ഥാനത്തിരിക്കുന്ന ഈ ബാങ്കിന്റെ 77 വർഷം പിന്നിടുന്ന ഈ ബാങ്കിന്റെ വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ വളർച്ചയിൽ രണ്ടു പേരുടെയും പ്രവർത്തനം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബാങ്ക് ഇതിന്റെ വളർച്ചയുടെ കാര്യമില്ല. ഇവിടെ മറ്റു പലരും സംസാരിക്കുകയെല്ലാം കൂടുതൽ ചിന്തിപ്പിക്കും. പക്ഷേ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടം ഇവിടെ നേരത്തെ പ്രവീൺ സൂചിപ്പിച്ചു. സഹകരണ മേഖല സോഫിസ്റ്റുകളുടെ കയ്യിലായിരുന്നു. പ്രധാനപ്പെട്ട അറിയുന്ന
ബാങ്കുകളൊക്കെ തന്നെ, സഹകരണ ബാങ്കുകളൊക്കെ തന്നെ സോഷ്യലിസ്റ്റുകാരുടെ പ്രത്യേകിച്ച് PR ഈ നിയമസഭയിൽ അവതരിപ്പിച്ച PR ഗ്രൂപ്പ് ആരാണ് എന്ന് നമുക്കറിയാം.